അമേരിക്കയ്ക്ക് കനത്ത താക്കീതുമായി വ്ളാഡിമിർ പുടിൻ. ഇന്ത്യയെയും ചൈനയെയും ഇകഴ്ത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് ഉറപ്പായും തിരികെ പണി കിട്ടുമെന്ന് തന്നെയാണ് അദ്ദേഹം സൂചിപ്പിച്ചിരിക്കുന്നത്. ഷാൻഹായ് ഉച്ചകോടി കഴിഞ്ഞതിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയും ചൈനയെയും നല്ല പൊക്കി തന്നെയാണ് അദ്ദേഹം സംസാരിച്ചിരുന്നത്. അമേരിക്കയ്ക്ക്, അതായത് ഡൊണാൾഡ് ട്രംപിന് കൃത്യമായുള്ള ഒരു താക്കീതും കൊടുത്തിരിക്കുകയാണ്. ആ വാർത്തയിലേക്ക് നമുക്ക് വരാം. അതിനു മുമ്പ് കഴിയുമെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കൂ. കാരണം ഞാനിത് പറയാത്തത് കൊണ്ടാണോ എന്നറിയില്ല, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് പരിഗണിക്കുന്നത് വളരെ കുറവായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് സബ്സ്ക്രിപ്ഷൻ കാരണം ഒന്ന് പരിഗണിക്കണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. അതായത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ അഭിപ്രായ പ്രകാരം അമേരിക്ക, അതായത് ഏഷ്യൻ രാജ്യങ്ങളെ ദുർബലമാക്കാൻ ശ്രമിക്കുകയാണ്, പ്രത്യേകിച്ച് ഇന്ത്യയെയും ചൈനയെയും. 150 കോടി ജനങ്ങളുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ. അതേപോലെ തന്നെ വളർന്നു വരുന്ന ഒരു വലിയൊരു സാമ്പത്തിക ശക്തിയാണ് ചൈന. ഈ രണ്ട് രാജ്യങ്ങളെയും അമേരിക്ക തീരുവ കൊണ്ട് ദുർബലപ്പെടുത്താൻ ശ്രമിച്ചാൽ ആ രാജ്യങ്ങൾ ഒറ്റപ്പെടില്ല, കൂട്ടിനായി റഷ്യയും ഉണ്ടാകുമെന്ന് തുറന്നടിച്ചിരിക്കുകയാണ് അദ്ദേഹം. അത് മാത്രവുമല്ല, ഇതേപോലുള്ള തീരുവ യുദ്ധങ്ങളുമായി വന്നു കഴിഞ്ഞാൽ പണ്ടത്തെ പോലെ ഏൽക്കുകയില്ല. അമേരിക്ക ചെയ്യാൻ ശ്രമിക്കുന്നത് എന്താണ്? പണ്ടത്തെ ഒരു കൊളോണിയൽ സംസ്കാരം പിന്തുടരുകയാണ്. UK, സ്പെയിൻ തുടങ്ങിയ രാജ്യങ്ങൾ മറ്റു രാജ്യങ്ങളുടെ മേൽ കോളനികൾ സ്ഥാപിച്ച് ചെയ്തിരുന്ന കാര്യം ഇപ്പോൾ അമേരിക്ക പുതു കോളനി വാഴ്ച എന്ന ഒരു രീതിയിൽ ഇന്ത്യക്കും ചൈനയ്ക്കും മേൽ അടിച്ചേൽപ്പിക്കുവാൻ ശ്രമിക്കുകയാണ്. പക്ഷേ ആ ഒരു കാലഘട്ടം കഴിഞ്ഞു പോയി. രണ്ട് രാജ്യങ്ങളും കൊളോണിയൽ സംസ്കാരത്തിൽ നിന്ന് ഉയർന്നു വന്ന രാജ്യങ്ങളാണ്. ഒരുപാട് വർഷങ്ങളെടുത്തു അവർ സാമ്പത്തികമായും സൈനിക രാഷ്ട്രീയപരമായും ജനാധിപത്യപരമായും ഒക്കെ ഒരുപാട് മുന്നേറാൻ അവർക്ക് കഴിഞ്ഞു. ആ ഒരു രാജ്യങ്ങൾ, അതായത് ഇപ്പോൾ ലോക രാജ്യങ്ങളുടെ മുൻനിരയിൽ നിൽക്കുന്ന ഈ രാജ്യങ്ങളാണ് ചൈനയും ഇന്ത്യയും. ആ രാജ്യങ്ങളെ ഇകഴ്ത്താനായോ അല്ലെങ്കിൽ ദുർബലപ്പെടുത്താനായോ ട്രംപ് ശ്രമിച്ചാൽ അതിനെ ശക്തമായ മറുപടി ഉണ്ടാകും. ട്രംപിനെ കൊണ്ട്, അമേരിക്കൻ ഭരണകൂടത്തെ കൊണ്ട് അതൊരിക്കലും നടക്കില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അതെ, വൈവിധ്യങ്ങളായ ഒരു സംസ്കാരമുള്ള രാജ്യമാണ് ഇന്ത്യ. അതേപോലെ തന്നെ സാമ്പത്തിക നിലയിൽ വളരെ ഉയർന്നു വരുന്ന രാജ്യവും, ലോകത്ത് തന്നെ 3ാമത്തെയും 4ാമത്തെയും സൈനിക ശക്തി, കര, നാവിക, വ്യോമസേനാ മേഖലയിൽ ശക്തിയായി ഉയർന്നു വരുന്ന രാജ്യമാണ് ഇന്ത്യ. അതേപോലെ തന്നെ ചൈനയും. ആ രാജ്യങ്ങളോട് ട്രംപ് ഏറ്റുമുട്ടാൻ നിന്നാൽ ഒരു പക്ഷേ യൂറോപ്പിന് പോലും അമേരിക്കയെ പിന്താങ്ങാൻ അല്ലെങ്കിൽ രക്ഷപ്പെടുത്താൻ കഴിയില്ല. ലോക ജനസംഖ്യയുടെ പകുതിയിൽ താഴെ ജനങ്ങൾ വസിക്കുന്നത് ഇന്ത്യയിലും ചൈനയിലും റഷ്യയിലും ചേർന്നാണ്. അതേപോലെ തന്നെ ലോകത്തെ GDP-യിലെ പല ഭാഗങ്ങളും, അതേപോലെ തന്നെ ലോകത്തിന് പല സാധനങ്ങളും കൊണ്ട് വിൽക്കണമെന്നുണ്ടെങ്കിൽ ഇന്ത്യ, ചൈന തുടങ്ങിയ മാർക്കറ്റുകൾ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒരിക്കലും നടക്കില്ല. അപ്പോൾ അമേരിക്ക ഈ കസ്റ്റംസ് തീരുവ എന്ന് പറയുന്ന സാധനം കാണിച്ചിട്ട്, അങ്ങനത്തെ ഒരു ഓലപ്പാമ്പ് കാണിച്ചിട്ട് ഇന്ത്യയും ചൈനയും ഭീഷണിപ്പെടുത്താൻ നിൽക്കേണ്ട. റഷ്യക്ക് ഇതൊരു നിലനിൽപ്പിന്റെ കാലമാണ്. കാരണം എക്കാലത്തും ഇന്ത്യയെ സഹായിച്ചിട്ടുള്ള ഒരു രാജ്യമാണ് റഷ്യ. അത് മാത്രമല്ല, റഷ്യൻ ഓയിൽ അമേരിക്കയുടെ ഇത്രയും വലിയ വിലക്ക് ഭീഷണികൾ നേരിടുമ്പോഴും റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന രണ്ട് രാജ്യങ്ങളാണ് ചൈനയും ഇന്ത്യയും. ഏറ്റവും കൂടുതൽ വാങ്ങുന്നത് ചൈനയായി ആണ്, രണ്ടാമത് വാങ്ങുന്നത് ഇന്ത്യയാണ്. പക്ഷെ അമേരിക്ക ഇന്ത്യക്ക് മേൽ ആണ് തീരുവ ഏർപ്പെടുത്തുന്നത്. കഴിഞ്ഞ ദിവസം ഒരു മാധ്യമ പ്രവർത്തകൻ ഡൊണാൾഡ് ട്രംപിനോട് ചോദിച്ചിരുന്നു, എന്താണ് നടപടി സ്വീകരിക്കാൻ പോകുന്നത്? ഷാൻഹായ് ഉച്ചകോടിക്ക് ശേഷം റഷ്യ, ഇന്ത്യ, ചൈന ബെൽറ്റ് ഉയർന്നു വരുമോ? റഷ്യക്കും ചൈനയ്ക്കും എതിരെ നിങ്ങൾ യുദ്ധം ചെയ്യുമോ? അല്ലെങ്കിൽ എന്ത് കാര്യം സ്വീകരിക്കും? നിങ്ങൾ നടപടി സ്വീകരിക്കുന്നുണ്ടോന്ന് ട്രംപ് പൊട്ടിത്തെറിക്കുകയാണ് ഉണ്ടായി ആ മാധ്യമ പ്രവർത്തകനോട്. ആ മാധ്യമ പ്രവർത്തകന് പണിയറിയില്ല, ലോകകാര്യങ്ങൾ അനലൈസ് ചെയ്യാൻ അറിയില്ല എന്ന് വരെ ട്രംപ് വിമർശിച്ചു ആ മാധ്യമ പ്രവർത്തകനെ. കാരണം എന്താണ്? റഷ്യക്ക് നേരെ ഈ ഉച്ചകോടി കഴിഞ്ഞ് അല്ലെങ്കിൽ ഈ മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം ട്രംപും അലാസ്കയിൽ വെച്ചുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഒരു നടപടി എടുത്തില്ല. ഉക്രൈൻ വാർ ഒട്ടും അവർ നിർത്തിയുമില്ല എന്നൊക്കെ പറയുമ്പോൾ അമേരിക്ക എന്തുകൊണ്ട് നടപടി എടുത്തില്ല? അദ്ദേഹം, അതായത് ഡൊണാൾഡ് ട്രംപ് ഉദാഹരണം ചൂണ്ടിക്കാണിക്കുന്നത്, ഞങ്ങൾ നടപടിയെടുത്തു, റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങുന്ന ഇന്ത്യക്കെതിരെ ഞങ്ങൾ തീരുവ 50% മറ്റുള്ള രാജ്യങ്ങൾക്കെതിരെ നടപടി എടുക്കുന്ന കാര്യം ആലോചിക്കുന്നു. ഇന്ത്യക്കെതിരെ എന്താണ് ഇന്ത്യക്കെതിരെ മാത്രം നടപടിയെടുത്തത്? എന്താണ് ഇയാളുടെ തീരുവ യുദ്ധത്തിൽ? യഥാർത്ഥത്തിൽ ഇന്ത്യക്ക് ഒരുപാട് ദോഷം വരാം. നമ്മുടെ ടെക്സ്റ്റൈൽസ്, മത്സ്യ മേഖല, അതേപോലെ തന്നെ ഒരുപാട് കാര്യം, വജ്ര വ്യാപാര മേഖല, ഒരുപാട് കാര്യങ്ങളിൽ ഒരുപാട് ഇൻഡസ്ട്രിക്ക് പ്രശ്നമുണ്ടാകാം. പക്ഷേ അമേരിക്ക ആവശ്യപ്പെടുന്നത് പോലെ ഇന്ത്യൻ എക്കണോമി ഉദാരവൽക്കരിച്ച് തുറന്നു കൊടുക്കാൻ സാധിക്കില്ല. രാജ്യത്തെ ചെറുകിട കർഷകരുടെയും വ്യവസായികളുടെയും അതായത് കഷ്ടനഷ്ടങ്ങൾ വിട്ടുകൊടുത്തുകൊണ്ട് രാജ്യം അങ്ങനെ ഒരു നിലപാട് എടുക്കുകയില്ല എന്നും ഇന്ത്യ ശക്തമായ നിലപാടെടുത്തിരുന്നു. അത് മാത്രമല്ല, ഇന്ത്യ പാകിസ്ഥാൻ കോൺഫ്ലിക്റ്റിൽ ട്രംപ് ഇടപെട്ടത് കൊണ്ടാണ് ഒരു വെടിനിർത്തൽ ഉണ്ടായിരുന്നു ഇന്ത്യ ഒരിക്കലും അംഗീകരിച്ചിരുന്നില്ല. പാകിസ്ഥാൻ ഏകപക്ഷീയമായി ഇന്ത്യയോട് അപേക്ഷിച്ചത് മൂലമാണ്, പാകിസ്ഥാന്റെ അപേക്ഷ പരിഗണിച്ചാണ് ഇന്ത്യ വെടിനിർത്തിയതാണ് ഇന്ത്യ പാശ്ചാത്യ സമൂഹത്തിനോട് പറഞ്ഞതും അത് തന്നെയാണ്, ഇന്ത്യൻ പാർലമെന്റിൽ പറഞ്ഞത് അത് തന്നെയാണ് സത്യം. അപ്പൊ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ശരിക്കും കുരുവെട്ടി തുടങ്ങി എന്ന് വേണം പറയാൻ. റഷ്യ, അമേരിക്ക, ഇന്ത്യ ബന്ധം ഒരു പുതിയ അച്ചുതണ്ട് സൃഷ്ടിച്ച് ലോകത്ത് വളർന്നു വരുമോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കിക്കാണാം. ഏതായാലും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.